Hi all, welcome to Wings to in Education. സെറ്റ് എക്കണോമിക്സ്, എക്കണോമിക്സ് റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഏതൊരു എക്സാമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് തിയറീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ലെവിസ് തിയറി വേഴ്സസ് ഫെയ്റാണീസ് തിയറി. എന്താണ് ലെവിസ് തിയറി, എന്താണ് ഫെയ്റാണീസ് തിയറി, എന്താണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ലെവിസ് തിയറിയെ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ലെവിസ് തിയറി സിംപ്ലി ഇതൊരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ തിയറി തന്നെയാണ്. അതായത് അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, ഇൻഡസ്ട്രിയിൽ നിന്നും സർവീസിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അത്തരത്തിൽ ഇക്കോണമിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന തിയറിയാണ് ലെവിസ് തിയറി എന്ന് പറയുന്നത്. ലെവിസിന്റെ തിയറിയെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ തിയറി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലെവിസിന്റെ തിയറി ഈസ് ഓൾസോ നോൺ ആസ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ തിയറി. അദ്ദേഹം, അതായത് ലെവിസ് 1954 അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത് ഇക്കോണമിയിൽ രണ്ട് സെക്ടേഴ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒന്നാമത്തെ സെക്ടറാണ് സബ്സിസ്റ്റൻസ് സെക്ടർ എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടർ ഓർ സബ്സിസ്റ്റൻസ് സെക്ടർ. അനദർ വൺ ആണ് മോഡേൺ സെക്ടർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സെക്ടർ. ഓക്കെ, ഇത്തരത്തിൽ രണ്ട് സെക്ടേഴ്സ് ഇക്കോണമിയിൽ ഉണ്ടാവും. അഗ്രികൾച്ചറൽ സെക്ടർ ഉണ്ട്, മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറും ഉണ്ട്. ഇനി അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഫീച്ചർ എന്താണ്? ഈ ലെവിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറിലെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ ഓഫ് ലേബർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സബ്സിസ്റ്റൻസ് വേജില് എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള, അതായത് അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്ലൈ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. എത്ര ആളുകൾ വേണമെങ്കിലും അവിടെ ജോലി ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, അഗ്രികൾച്ചറൽ സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട്. ഇക്കോണമിയിലെ ഹൈ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ ഹൈ പോപ്പുലേഷൻ ഏതിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്? യെസ്, ഈ സബ്സിസ്റ്റൻസ് വേജിലേക്കും പെർഫെക്റ്റ് ഇലാസ്റ്റിക് സപ്ലൈ ഓഫ് ലേബറിലേക്കും ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിന്റെ പ്രത്യേകത എന്താണ്? അവിടെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഉണ്ട്. വേജസ് സബ്സിസ്റ്റൻസ് ആണ്. സബ്സിസ്റ്റൻസ് വേജസ് എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, മിനിമം വേജ് അല്ലെ, ജീവിച്ചു പോകാനുള്ള വേജിനെയാണ് സബ്സിസ്റ്റൻസ് വേജ് എന്ന് പറയുന്നത്. അത്തരം ഒരു വേജാണ് ഇവിടെ നിലനിൽക്കുന്നത്, അഗ്രികൾച്ചറൽ സെക്ടറിൽ നിലനിൽക്കുന്നത്. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ ആയിരിക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0യോ അതിനെ താഴേക്ക് പോയി നെഗറ്റീവ് ഒക്കെ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് അഗ്രികൾച്ചറൽ സെക്ടർ. ഏത് അൺഎംപ്ലോയ്മെന്റ് ആണ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ ചേർന്നിട്ട് ഒരു ജോലി ചെയ്യുന്നതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. 5 ആൾ ചെയ്യേണ്ട ജോലി 10 ആൾ ചേർന്നിട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് നിലനിൽക്കുന്നുണ്ട്? എല്ലാവർക്കും തൊഴിലുണ്ട്, പക്ഷെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. 5 ആൾ ചെയ്യേണ്ട ജോലി 10 ആൾ ചെയ്യുമ്പോൾ 5 ആളുടെ സേവനം അവിടെ വെറുതെ ആവല്ലേ ചെയ്യുന്നത്, അവരൊന്നും എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ലേബർ ഉള്ള സബ്സിസ്റ്റന്റ് വേജ് നിലനിൽക്കുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന, ലോ പ്രൊഡക്ടിവിറ്റി ഫേസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ഇനി മോഡേൺ സെക്ടർ ഉണ്ട് അവിടെ അല്ലെ. മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് അവിടെ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സെക്ടർ എന്നൊക്കെ അതിനെ പറയുന്നുണ്ട്. ഈ മോഡേൺ സെക്ടറിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഹൈ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ മോഡേൺ സെക്ടറിലെ ക്യാപിറ്റലിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? അവർക്ക് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റും അവർ സേവ് ചെയ്യും, അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും. അങ്ങനെ ഇക്കോണമിയിൽ ഒരു ഹൈ പ്രൊഡക്ടിവിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് മോഡേൺ സെക്ടർ എന്ന് പറയുന്നത്. അവിടെ സപ്ലൈ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സപ്ലൈ കർവ് ഒക്കെ ഇവിടെ ഉണ്ടായിരിക്കും, മോഡേൺ സെക്ടറിൽ ഉണ്ടായിരിക്കും. ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ വേജസും എന്തായിരിക്കും? കൂടുതലായിരിക്കും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും, വേജസും കൂടുതലായിരിക്കും. ഇനി ലെവിസ് എന്താ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്ന് വെച്ചാൽ, ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് കണ്ടല്ലോ, അതായത് ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിന് ആവശ്യമുള്ള ആളുകളെ മാത്രം എടുക്കുക. ബാക്കി വരുന്ന ഈ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബറിൽ ബാക്കി വരുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ ഭാഗമായി വരുന്ന സർപ്ലസ് ലേബറിനെ, അതായത് 5 പേര് ചെയ്താലും
10 പേര് ചെയ്താലും ഒരേ ജോലി ഒരേ സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ ഈ എക്സ്ട്രാ 5 പേര് അവിടെ വെറുതെ വർക്ക് ചെയ്യല്ലേ. അപ്പൊ ആ 5 പേരെ ഇങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ 5 പേരെയും കൂടെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ള, ആ 5 പേർക്കും പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുവഴി ആര് വളരും? ഇൻഡസ്ട്രിയൽ സെക്ടർ വളർന്നോളും. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് മുൻതൂക്കം കൊടുക്കുക. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ പ്രൊഡക്ടിവിറ്റി ഹൈ പ്രൊഡക്ടിവിറ്റി അല്ലേ, അവിടെ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നാൽ അവിടെ എന്ത് ചെയ്യും? ഹൈ വേജിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ സെക്ടറും സർവീസ് സെക്ടറും ഒക്കെ വളർന്നുകൊള്ളും എന്നുള്ളതാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ലെവിസ് തിയറി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ സർപ്ലസ് ആയിട്ടുള്ള ലാബേഴ്സ് ഉണ്ടായിരിക്കും. ഈ സർപ്ലസ് ആയിട്ടുള്ള ലാബേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുപോയാൽ മതി, അപ്പോൾ അവിടെ താനെ ഡെവലപ്മെന്റ് വന്നുകൊള്ളും എന്നുള്ളതാണ് ആര് പറയുന്നത്? ലെവിസ് പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? നെക്സ്റ്റ് തിയറിയിലേക്ക് പോവാം. ഏതാണ്? ഫെയ്റാനീസിന്റെ തിയറി അല്ലെ. ഫെയ്റാനീസ് ആക്ച്വലി ഇദ്ദേഹവും സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ തിയറി തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇതൊരു ലെവിസ് തിയറിയുടെ ഒരു എക്സ്റ്റെൻസീവ് വേർഷൻ ആയിട്ടാണ് ഫെയ്റാനീസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം 3 സ്റ്റേജിലൂടെ ഇക്കോണമി കടന്നു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 സ്റ്റേജിലൂടെ. ഈ പറഞ്ഞ കണക്കിന് അഗ്രികൾച്ചറൽ സെക്ടർ ഉണ്ട്, മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്. ഈ 2 സെക്ടറും തന്നെയാണ് ഫെയ്റാനീസും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിൽ ലോ പ്രൊഡക്ടിവിറ്റി ആണ്, സബ്സിസ്റ്റൻസ് വേജ് ആണ്, ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് സർപ്ലസ് ലേബർ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള ഫെയ്റാനീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടർ അവിടെ ഉണ്ട്. മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആണ്, വേജും ഹൈ ആണ്. അത് ആ ഒരു 2 സെക്ടറിന്റെയും ഫീച്ചേഴ്സ് അതുപോലെ നിലനിർത്തി. പക്ഷെ ഫെയ്റാനീസ് ഇതിൽ നിന്നും ഒരു വിഭിന്നമായിട്ട്, ലെവിസിന്റെ തിയറിയിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹം 3 സ്റ്റേജിലൂടെ ഇക്കോണമി കടന്നു പോകുമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? യെസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്. എല്ലാ എക്കോണമിയും ഫേസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ ആ എക്കോണമി അഗ്രികൾച്ചറൽ സെക്ടറിനെ ആയിരിക്കും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അവിടെ സർപ്ലസ് ലേബർ ഉണ്ടായിരിക്കും, അവർക്ക് കോൺസ്റ്റന്റ് വേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻഡസ്ട്രി ചെറിയ രീതിയിൽ ഗ്രോ ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഇൻഡസ്ട്രിക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല. ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് നിലനിൽക്കുന്ന സ്റ്റേജ് ആണ് സ്റ്റേജ് 1 എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി 0 ആവുന്ന സിറ്റുവേഷനെയാണ് സ്റ്റേജ് 1 എന്ന് വിളിക്കുന്നത്. എക്കോണമി നമ്മുടെ ലെവിസ് പറഞ്ഞ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇത്. അദ്ദേഹം ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഫെയ്റാനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേജ് 1 കടന്നിട്ട് പിന്നെ ഇക്കോണമി മൂവ് ചെയ്യുക സെക്കൻഡ് സ്റ്റേജിലേക്കാണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ സർപ്ലസ് ലേബർ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും എക്സ്ട്രാ ഉള്ള ആളുകൾ സർപ്ലസ് ലേബർ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും? മോഡേൺ സെക്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയാൽ താനെ ഇൻഡസ്ട്രിയൽ സെക്ടർ വളർന്നിട്ട് താനെ അഗ്രികൾച്ചറും അതിനോട് ചേർന്ന് വളർന്നുകൊള്ളും എന്നുള്ളതാണ് ആര് പറഞ്ഞു വെച്ചിട്ടുള്ളത്? ലെവിസ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലെ. കാരണം ലെവിസ് പ്രാധാന്യം കൊടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിനാണ്. എന്നാൽ ഫെയ്റാനീസ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയെ വളർത്തുക, അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ളതിന് പ്രാധാന്യം കൊടുക്കേണ്ട, അതിന്റെ ചൂട് പറ്റി ബാക്കിയുള്ളത് വളർന്നോളും എന്നുള്ളതല്ല ആര് പറഞ്ഞത്? ഫെയ്റാനീസ് പറഞ്ഞത്. ഇവര് പറഞ്ഞത് ഇങ്ങനെ സർപ്ലസ് ലേബർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അഗ്രികൾച്ചറൽ സെക്ടറിൽ, അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും സർപ്ലസ് ലേബർ മോഡേൺ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലേബേഴ്സ് പോകുന്ന സമയത്ത് ഇവിടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒന്നും കൂടെ ഫോക്കസ് ചെയ്താൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് സംഭവിക്കുന്നു? അവരിലുണ്ടായിരുന്ന സർപ്ലസ് ലേബർ കുറഞ്ഞു പോകുന്നു അല്ലെ. അപ്പൊ സർപ്ലസ് ലേബർ കുറയുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വേജ് കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ വേജ് കൂടുമ്പോൾ കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറിനെ അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സ്റ്റേജിനെയാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്.
ലെവിസും ഫെയറാണിസും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അഗ്രികൾച്ചറിൽ നിന്നും മാറി ഇൻഡസ്ട്രിക്ക് ആര് പ്രാധാന്യം കൊടുത്തു? നമ്മളുടെ ലെവിസ് പ്രാധാന്യം കൊടുത്തെങ്കിൽ ഫെയറാണിസ് പറയുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും സർപ്ലസ് ലേബർ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ അഗ്രികൾച്ചറൽ സെക്ടറിന് തന്നെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ താനെ ഇങ്ങനെ സർപ്ലസ് ലേബർ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് അവരും വളരുന്നുണ്ട്. കൂടെ ആരെയും കൂടെ വളർത്തേണ്ടതുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിനെയും കൂടെ വളർത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ സർപ്ലസ് ലേബർ അങ്ങനെ കുറയുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടാനായിട്ട് തുടങ്ങും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ വേജ് കൂടാനായിട്ട് തുടങ്ങും. അങ്ങനെ വേജ് കൂടുതൽ കിട്ടുമ്പോൾ അവർ കൂടുതൽ അഗ്രികൾച്ചറിനെ കൂടുതൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആക്കിയിട്ട് മാറ്റാനായിട്ട് ട്രൈ ചെയ്യും. ആ ഒരു സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ചോദിക്കാം, അഗ്രികൾച്ചറിന്റെ കൊമേഴ്ഷ്യലൈസേഷൻ നടക്കുന്ന സ്റ്റേജ് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജിലേക്ക് വന്നാൽ എന്താ തേർഡ് സ്റ്റേജ് സംഭവിക്കുന്നത്? യെസ്, അവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്ന എല്ലാ സർപ്ലസ് ലേബറും എന്താ ചെയ്യപ്പെടും? എക്സോസ്റ്റഡ് ആവും, സർപ്ലസ് ലേബർ ഇല്ലാണ്ടെയാവും. അങ്ങനെ എക്കോണമി വേജ് അവരുടെ വേജ് മാക്സിമത്തിലെത്തും. അങ്ങനെ ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യുന്ന ഒരു നില ഏത് സ്റ്റേജിൽ ഉണ്ടാവും? തേർഡ് സ്റ്റേജിൽ ഉണ്ടാവും. ഇങ്ങനെ 3 സ്റ്റേജിലൂടെയാണ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫെയറാണിസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലെവിസ് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫെയറാണി എന്താ പറഞ്ഞത്? യെസ്, ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടക്കും, പക്ഷെ അഗ്രികൾച്ചറൽ സെക്ടറിനും ഇൻഡസ്ട്രിയൽ സെക്ടറിനും സർവീസ് സെക്ടറിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. അങ്ങോട്ട് സർപ്ലസ് ലേബറിനെ വിട്ടിട്ട് പിന്നെ ഇൻഡസ്ട്രീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് തൊഴിലാളികളെ, ലേബേഴ്സിനെ ചേഞ്ച് ചെയ്യുമ്പോൾ, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ അഗ്രികൾച്ചറൽ സെക്ടറിലെ പോസിബിലിറ്റീസ് ഉയർന്നു വരികയാണ്. ആ പോസിബിലിറ്റീസിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഉപയോഗിക്കാനായിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ആര് പറഞ്ഞു വെച്ചിട്ടുള്ളത്? നമ്മളുടെ ഫെയറാനീസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഈ 2 തിയറീസും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടാബിൾ വൈസ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ലെവിസ് 1954 അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫെയറാനീസോ 1961 അദ്ദേഹത്തിന്റെ തിയറി ഫെയറാനീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ലെവിസിന്റെ ബേസിക് മോഡലാണ്. ഇതിനെ തുടർന്നിട്ട് ലെവിസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഫെയറാനീസ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ലെവിസിന്റെ കേസിൽ എഞ്ചിൻ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഫെയറാണിസം പറഞ്ഞു വെക്കുന്നത് ക്യാപിറ്റൽ അക്യുമുലേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ ഫിസിക്കൽ അക്യുമുലേഷന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ ഹ്യൂമൻ ക്യാപിറ്റലിനാണ് ആര് പ്രാധാന്യം കൊടുക്കുന്നത്? ഫെയറാണിസ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഫോക്കസ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെയാണ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ലെവിസ് പറഞ്ഞതെങ്കിൽ, ഫെയറാണിസ് പറഞ്ഞു വെച്ചത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് മാത്രം ഫോക്കസ് കൊടുത്തിട്ട് കാര്യമില്ല, ഇൻഡസ്ട്രിയൽ സെക്ടറിനോടൊപ്പം തന്നെ ഇപ്പോഴത്തുള്ള അഗ്രികൾച്ചറൽ സെക്ടറിനും ഒരുപോലെ ഫോക്കസ് കൊടുക്കണം, എന്നിട്ടൊരു ബാലൻസ്ഡ് ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നതാണ് ഫെയറാണീസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ക്യാപിറ്റലിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ലെവിസ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ ഫെയറാണീസ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് ഹ്യൂമൻ ക്യാപിറ്റലിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും തിയറീസ് ആണ് നമ്മുടെ ലെവിസും ഫെയറാണിസും തമ്മിലുള്ള ഡിഫറൻസസ് ആയിട്ട് വരുന്നത്. ഈ 2 തിയറീസും ഇതേപോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഏതൊരു ക്വസ്റ്റിനെയും ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, താങ്ക് യു ഫോർ ലേണിംഗ്.